കേരളത്തിലെ പഴയ കഥകളിലൊക്കെ നമ്മൾ കേൾക്കുന്നൊരു പേരുണ്ട്, കുട്ടിച്ചാത്തൻ. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകവും ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നില്ലേ? അപ്പോൾ ആരാണ് ഈ കുട്ടിച്ചാത്തൻ? നമുക്കൊരു 60 സെക്കൻഡിൽ ഇതൊന്ന് നോക്കിയാലോ? അതെ, നമ്മുടെ കേരളത്തിലെ നാടോടി കഥകളിൽ പറയുന്ന വളരെ ശക്തനായ ഒരു ആത്മാവിന്റെ കഥയാണിത്. ഇന്നും ഒരുപാട് നിഗൂഢതകൾ ഇതിനു ചുറ്റുമുണ്ട്. ഈ ആത്മാവിനെ നമ്മൾ കുട്ടിച്ചാത്തൻ എന്നാ വിളിക്കുന്നത്. ഒരു കുസൃതിക്കാരനായ ചെറിയ ഭൂതം എന്നൊക്കെ പറയാം. ശരിക്കും നമ്മളിൽ പലർക്കും കുട്ടിച്ചാത്തൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സിനിമകളിലെ ഒരു പാവം കുട്ടികളുടെ കൂടെ കളിക്കുന്ന ഒരു രൂപമല്ലേ? പക്ഷേ അവൻ ശരിക്കും അത്ര നിഷ്കളങ്കൻ മാത്രമാണോ? വെറുമൊരു കുസൃതിക്കാരൻ? അവിടെയാണ് കഥ ശരിക്കും മാറുന്നത്. കാരണം കുട്ടിച്ചാത്തന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് ഒരു രക്ഷകന്റെ മുഖം, അതായത് ശിവന്റെ മകനായി കണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു ദൈവമായി ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ മറ്റേ മുഖം ഒരു ശിക്ഷകന്റേതാണ്. അതായത് നിങ്ങളുമായി ഒരു കരാറുണ്ടാക്കിയാൽ അത് പാലിച്ചില്ലെങ്കിൽ അവന്റെ സ്വഭാവം മാറും. പിന്നെ അവനൊരു രക്ഷകനല്ല, നിങ്ങളെ വേട്ടയാടുന്ന ഒരു പ്രതികാരദാഹിയായിരിക്കും. ഈ 2 സ്വഭാവങ്ങളും നമുക്ക് പലയിടത്തും കാണാം. ചില ഐതിഹ്യങ്ങളിലൊക്കെ അവൻ ഒരു വിപ്ലവകാരിയാണ്, ഒരു ഹീറോ. പക്ഷേ സിനിമകളിലൊക്കെയോ അവിടെ അവൻ പലപ്പോഴും ഒരു ഭീകര രൂപിയാണ്, അല്ലേ? അപ്പോൾ എന്താണത്? ഒരു കുസൃതിക്കാരൻ, ഒരു ദൈവം, ഒരു വിപ്ലവകാരി? സത്യത്തിൽ കുട്ടിച്ചാത്തന്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഏറ്റവും ഗംഭീരമായ കഥകളൊക്കെ എപ്പോഴും നന്മയുടെയും തിന്മയുടെയും ഇടയിലുള്ള ആ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ കഥകളിലെ ഇതുപോലെയുള്ള രൂപങ്ങൾ ശരിക്കും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? നമ്മുടെ ഭയങ്ങളെയാണോ, അതോ നമ്മുടെ രഹസ്യമായ ആഗ്രഹങ്ങളെയാണോ?